മറുനാട്ടിൽ മധുരം പകരാൻ വാഴക്കുളം പൈനാപ്പിൾ. നോക്കെത്താ ദൂരത്തോളം പച്ച പരവതാനി വിരിച്ച് വിശാലമായ പൈനാപ്പിൾ തോട്ടങ്ങൾ. കേരളത്തിൻ്റെ സ്വന്തം പൈനാപ്പിൾ നഗരമായ വാഴക്കുളം സഞ്ചാരികളുടെ മനസ്സിൽ കോറിയിടുന്ന നിത്യസുന്ദരമായ ജീവനുള്ള ദൃശ്യങ്ങളാണിത്. വാഴക്കുളം എന്ന നാടിന് പേരും പെരുമയും നേടിക്കൊടുത്ത ഈ മധുരക്കനികളുടെ മധുരം ഇന്ന് കടലും കടന്ന് ഗൾഫ് നാടുകളിൽ എത്തിക്കഴിഞ്ഞു. കേരള കാർഷിക സർവകലാശാല വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൻ്റെയും VFPCKയുടെയും നേതൃത്വത്തിലാണ് ഭൗമസൂചിക പദവി നേടിയ വാഴക്കുളം പൈനാപ്പിൾ ദുബായിലേക്ക് കടൽ കടക്കുന്നത്. 30 വർഷത്തിലേറെ കൃഷിയിൽ പാരമ്പര്യമുള്ള വാഴക്കുളം മണ്ണത്തൂരിലെ കർഷകരായ എൽദോസ് സ്കറിയയുടെ മകൻ പവൻ എൽദോസ്, സാബു വർഗീസ് എന്നിവർ ഇന്ന് അഭിമാനത്തിൻ്റെയും ആത്മഹർഷത്തിൻ്റെയും നിറവിലാണ്. ഇവർക്ക് മൊത്തമുള്ള 800 ഏക്കറോളം കൃഷിയിടത്തിലെ 70 ഏക്കറിലുള്ള പൈനാപ്പിളാണ് കയറ്റുമതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പൈനാപ്പിൾ കൃഷിയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ പൈനാപ്പിൾ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ സ്ഥലം കണ്ട് നിലം കണ്ട് മനസ്സിലാക്കി അതിന് ഒരുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ ചെടി നട്ട് അതിന് അടിസ്ഥാന വളം വഴി നമ്മൾ നൽകുന്നത് ചാണകമാണ്. അതിനോടൊപ്പം റോക്ക് ഫോസ്ഫേറ്റും നൽകും വീരിൻ്റെ വളർച്ചയ്ക്കായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മണ്ണിട്ട് ഒരു 35 ദിവസം ഇതിന് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ ഫാക്ടംബോസ്, യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ വളങ്ങൾ അതിൻ്റേതായ ഘടനകൾ അതിൻ്റേതായ സമയങ്ങൾ ക്രമീകരിച്ച് അതിന് നൽകുന്നതായിരിക്കും ചെടികൾക്ക്. ഒരു 5-6-7 മാസത്തിനുള്ളിൽ ആ ചെടിയെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിതിന് തിഫോൺ അപ്ലൈ ചെയ്യും. നമുക്ക് ഇതിനെ കൊലപ്പിക്കാനായിട്ട് കൊലപ്പിച്ച് മാക്സിമം നല്ല ഈൽഡ് കിട്ടുക. അതായത് ഒരു കാനിയിൽ നിന്നൊരു 1.5 കിലോ മിനിമം എങ്കിലും നമുക്ക് പൈനാപ്പിൾ കിട്ടണം. എന്നാലാണ് നമ്മുടെ ഈ മുടക്കിനനുസരിച്ച് നമുക്കുള്ള ലാഭത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയേറെ മുടക്കുണ്ട് നമുക്ക്. അപ്പോൾ 1.5 കിലോ മിനിമം പൈനാപ്പിൾ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കിട്ടണം. ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് വിപണി കണ്ടെത്തിയാൽ മാത്രമേ ന്യായമായ വില കർഷകർക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ ഏരിയയിൽ കൃഷി ഇപ്പോൾ നിൽക്കുന്ന ഈ ഏരിയയിൽ 65 ഏക്കർ കൃഷി എടുത്തിട്ട് നമ്മൾ എക്സ്പോർട്ടിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് ദുബായ് ബേസ് ചെയ്ത് അതിൻ്റെ അകത്ത് കൃഷിഭവൻ്റെയും നമ്മുടെ വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്ര സാറുമാരുടെ മേൽനോട്ടത്തിലും VFPCK അവരുടെ മേൽനോട്ടത്തിലും 1 വർഷക്കാലമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വാഴക്കുളം ഗവേഷണ കേന്ദ്രത്തിലെ സാറുമാരാണ് നമുക്ക് ഇതിൻ്റെ പുറകിൽ നമുക്ക് മെയിനായിട്ട് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദുബായിലേക്ക് ഫസ്റ്റ് ലോഡ് ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നതാണ് ഷിപ്പിന്. അതാണ് നമ്മുടെ ആദ്യം. പിന്നെ അടുത്ത മസ്കറ്റാണ് നമ്മൾ അടുത്ത ഒരു ലോഡ്ജിങ് അവിടെയാണ് പ്രതീക്ഷിക്കുന്നത്. പൈനാപ്പിളിൻ്റെ സൂക്ഷിപ്പ് കാലം കുറവായതിനാലും തണുത്ത കാലാവസ്ഥയിൽ കയറ്റുമതി ചെയ്താൽ കേടുബാധകൾ വരും എന്നതിനാലും കപ്പൽ മാർഗമുള്ള കയറ്റുമതി ഏറെക്കുറെ അസാധ്യമായിരുന്നു. എന്നാൽ വിദേശ വിപണന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് കാർഷികോൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹനത്തിനുള്ള നോഡൽ ഏജൻസിയായ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള VFPCK കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രവുമായി നടത്തിയ പഠന പരീക്ഷണങ്ങളിലൂടെയാണ് പൈനാപ്പിളിൻ്റെ കയറ്റുമതി യാഥാർത്ഥ്യമായത്. സ്റ്റേറ്റ് നോഡൽ ഏജൻസി ഫോർ അഗ്രി എക്സ്പോർട്ട് എന്ന നിലയിൽ കേരളത്തിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും വിദേശങ്ങളിലെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ട സാങ്കേതിക സാമ്പത്തിക സഹായം ആണ് കൗൺസിൽ ലഭ്യമാക്കി വരുന്നത്. ഇതനുസരിച്ച് കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ ലഭ്യമാക്കി. പിന്നീട് വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം നിഷ്കർഷിച്ച രീതിയിൽ വിളവെടുപ്പ് അനന്തര പരിചരണ മുറകൾ പൂർത്തിയാക്കി തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു
ബ്ലാക്ക് ബോക്സ് എന്ന കയറ്റുമതി ഏജൻസിയുടെ സഹായത്തോടെ ഇത് ദുബായിക്ക് കയറ്റി അയക്കുകയാണ്. പഠന പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത കയറ്റുമതി പ്രോട്ടോകോൾ അവലംബിച്ചാണ് പൈനാപ്പിൾ കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന രീതികളും കൃത്യമായ താപനിലയും ആർദ്രതയും കണ്ടെത്തി കയറ്റുമതിക്ക് അനുയോജ്യമായ രീതിയിൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിച്ചത്. സമുദ്രമാർഗം കപ്പൽ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി 2021-22 കാലത്ത് KU ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 6 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മളിവിടെ ഒരു കോൾഡ് സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്യുകയും പൈനാപ്പിൾ കേടുകൂടാതെ ഇരിക്കുന്ന ശീതീകരണ സംവിധാനത്തിൽ കേടുകൂടാതെ ചില്ലിംഗ് ഇഞ്ചറി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ടെമ്പറേച്ചർ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുകയും ഇതിനെ തുടർന്ന് നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു പ്രൊജക്റ്റ് VFPCKക്ക് സമർപ്പിക്കുകയും ചെയ്തു. VFPCKയുടെ ഫണ്ട് പ്രകാരം നമ്മൾ കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്യുന്ന പൈനാപ്പിളിൻ്റെ സൂക്ഷിപ്പുകാലം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദന പ്രക്രിയകൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ഇപ്പോൾ ഏകദേശം 60 ഏക്കറോളം സ്ഥലത്ത് ആ സ്റ്റാൻഡർഡൈസ് ചെയ്ത പ്രോട്ടോകോൾ പ്രകാരമാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൽ എതിഫോൺ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നൈട്രജൻ വളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ കാൽഷ്യവും പൊട്ടാഷ്യവും മാത്രമാണ് സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 90 ദിവസത്തിന് ശേഷം ചെടിക്ക് യാതൊരുവിധ വളങ്ങളും അപ്ലൈ ചെയ്തിട്ടില്ല. ഇതിൽ രാസകീടനാശിനികളോ കുമിൾനാശിനികളോ എതിഫോൺ പ്രയോഗത്തിന് ശേഷം ഒന്നും തന്നെ ചെടികളിൽ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു നല്ല കയറ്റുമതിക്ക് അനുയോജ്യമായ ഒരു ഉൽപ്പന്നമാണ് ഇവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് കപ്പൽ മാർഗം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത ടെമ്പറേച്ചറിൽ ഹ്യൂമിഡിറ്റിയിൽ കണ്ടെയ്നറിൽ കയറ്റി ദുബായിക്ക് കയറ്റുമതി ചെയ്യുക എന്നതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശം. ഇതിന് ഫണ്ട് നൽകുന്നത് VFPCKയാണ്. കയറ്റുമതി പ്രാധാന്യമുള്ള പൈനാപ്പിൾ ഇനമായ MD2 വാഴക്കുളം പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെ ടിഷ്യൂ കൾച്ചർ ലാബിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. കയറ്റുമതി ചെയ്യുന്ന പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന രീതിയിലും വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മുറകളിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. നേരിട്ടുള്ള കടുത്ത സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിച്ച് പൈനാപ്പിളുകളുടെ നിറവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിനായി തണൽ വലകൾ കൊണ്ട് മൂടിയ പൈനാപ്പിൾ തോട്ടങ്ങൾ നമുക്ക് കാണാം. കൃഷിയിടത്തിൽ നിന്നുമുള്ള കാനിയാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ഈ തോട്ടത്തിൽ പല ഘട്ടങ്ങളിലുള്ള പൈനാപ്പിൾ ചെടികൾ കാണാം. നമ്മൾ പൈനാപ്പിളിൻ്റെ ചെടി നട്ട്, അപ്പോൾ ഈ ചെടി ഇതാണ് ഇതിനെയാണ് നമ്മൾ നടുന്നത്. ഈ ചെടി നട്ട് ഒരു 6 മാസം 6 അല്ലെങ്കിൽ 7 മാസം ഇതിൻ്റെ പാകം നോക്കി ആണ് നമ്മളിതിന് എത്തിഫോൺ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 40-50 ദിവസമായ ഫ്ലവറാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഫ്ലവറിന് ഇത് എത്തിഫോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 120 ദിവസമാകുമ്പോഴാകുന്ന ഒരു കരിമ്പച്ച സ്റ്റേജിലേക്ക് എത്തുന്നത്. അവിടെ തൊട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്ത് നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പിന്നെ ഓരോ സ്റ്റേജ് ഉണ്ട്: പച്ച, വിളവ് പച്ച, പഴം. ഇങ്ങനെയാണ് നമ്മുടെ ലോഡുകൾ പോകുന്നത്. കയറ്റുമതിക്ക് വേണ്ടി വിളവെടുക്കുന്ന പൈനാപ്പിളുകളുടെ വലിപ്പത്തിനനുസരിച്ച് A, B, C എന്നീ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കായി A വിഭാഗത്തിലുള്ള പൈനാപ്പിളുകളാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണ മാർക്കറ്റുകളിലേക്ക് വിളവെടുക്കുന്ന രീതിയും കയറ്റുമതിക്ക് വേണ്ടി പൈനാപ്പിൾ വിളവെടുക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ഇതിപ്പോൾ എക്സ്പോർട്ടിങ്ങിൻ്റെ രീതിയിലുള്ള ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പാക്ക് ഹൗസിൽ ചെന്നിട്ട് ഇത് 2.5 സെൻറ്റിമീറ്ററിലേക്ക് മാർക്ക് ചെയ്തിട്ട് 2.5 സെൻറ്റിമീറ്റർ നമ്മുടെ ഈ സ്റ്റാക്കിന് നീളം ഉണ്ടാവുള്ളൂ. അത് കട്ട് ചെയ്യും. വിളവെടുപ്പിന് ശേഷം അടുത്ത സ്ഥലങ്ങളിലെ വിപണികളിലേക്കുള്ളവ നേരിട്ട് വണ്ടിയിൽ കയറ്റി അടുക്കി വിപണിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ കയറ്റുമതിക്ക് വേണ്ടി വിളവെടുത്ത പൈനാപ്പിളുകൾ പെട്ടികളിലാക്കി വണ്ടിയിൽ കയറ്റി വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മുറകൾക്കായി കൊണ്ടുവരുന്നു.
ഇപ്പോൾ ഇവിടെ നമ്മൾ കൂത്താട്ടുകുളം കേന്ദ്രീകരിച്ചുള്ള നമ്മളുടെ ഈ ഒരു ഫാമിൽ ഇപ്പം ഹാർവസ്റ്റിന് ശേഷം ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിവിടെ നമ്മൾക്ക് കാണുന്നതെന്ന് പറയുന്നത് ആ ഉൽപ്പന്നങ്ങൾ സോർട്ട് ചെയ്യുകയാണ്. അതായത് 1.2 to 1.5 kg ആണ് ഏറെക്കുറെ ഒരു പൈനാപ്പിളിൻ്റെ വെയിറ്റ് നമുക്ക് ദുബായ് മാർക്കറ്റിലേക്ക് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് അതിൻ്റെ കറക്റ്റ് ഹാർവസ്റ്റ് മെച്യൂരിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നു. ആ സോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്രകാരമുള്ള അതിൻ്റെ ആ ഇലകൾ മാറ്റുന്നു. ഇലകൾ മാറ്റിയതിന് ശേഷം ആദ്യം നമ്മളതിൻ്റെ മീലി ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ട് അതിൻ്റെ ബ്രഷിംഗ് ആണ് ആദ്യം ഇവിടെ നടക്കുന്നത്. ബ്രഷിങ്ങിന് ശേഷം നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലാണ് ബാക്കി പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളവിടെ അതിൻ്റെ സ്റ്റെം കട്ടിങ് ചെയ്യുന്നുണ്ട്. അതായത് അതിനെ എത്തനോളിലൊക്കെ മുക്കി അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിൽ അതിൻ്റെ സ്റ്റെം കട്ടിങ് ചെയ്തതിന് ശേഷം നമ്മളവിടെ അതിനെ ക്ലിങ് റാപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മോയ്സ്ചർ നമ്മൾ ഷിപ്പിൽ ചെല്ലുന്ന സമയത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ഓരോ ഫ്രൂട്ടും ക്ലിങ് റാപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്ലിങ് റാപ്പ് ചെയ്തതിന് ശേഷം ടാഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിനെ കാർട്ടൺസിനകത്ത് നമ്മൾ അടുക്കുന്നത്. അടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാർട്ടണിൽ 6 പൈനാപ്പിൾ ഫ്രൂട്ട്സാണ് നമ്മൾ അടുക്കുന്നത്. ആ ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ കംപ്ലീറ്റ് പാക്കേജിങ് ചെയ്ത് നമ്പർ ചെയ്ത് ഇതുപോലുള്ള റീഫറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട് പൾപ്പ് ടെമ്പറേച്ചർ എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഷെൽഫ് ലൈഫ് കൂട്ടാനുള്ള ഏറ്റവും പ്രധാന കാരണം. അതിനാൽ അത് ഫീൽഡിൽ തന്നെ നമ്മൾ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്ന് അതപ്പോൾ തന്നെ അത് റെഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്ക് മാറ്റുകയും അത് കോൾഡ് റൂമിലേക്ക് മാറ്റി അവിടെ നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്താണ് ഉൽപ്പന്നം നമ്മൾ കയറ്റിവിടുന്നത്. 12 ടണ്ണോളം വരുന്ന പൈനാപ്പിൾ 11 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ശീതീകരിച്ച വലിയ കണ്ടെയ്നറുകളിലാക്കി കയറ്റുമതിക്കായി കൊണ്ടുപോകുന്നു. കൊച്ചിൻ ലോജിസ്റ്റിക്സ് ആണ് കയറ്റുമതിയുടെയും റീഫർ വാനിൻ്റെയും ഏകോപന ചുമതല നിർവഹിക്കുന്നത്. കേന്ദ്ര വാണിജ്യ വകുപ്പിലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അപ്പേഡയാണ് കയറ്റുമതിക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. കണ്ടെയ്നറിൽ നിന്നും പൈനാപ്പിൾ ബോക്സുകൾ കപ്പൽ മാർഗ കയറ്റുമതിക്കായി പാലറ്റിൽ സജ്ജമാക്കുന്നു. അതിനുശേഷം ശീത സംരക്ഷണ ശൃംഖല നഷ്ടമാകാതെ ശീതീകരിച്ച മുറിയിൽ സൂക്ഷിക്കും. കയറ്റുമതിക്കായുള്ള മുഴുവൻ പൈനാപ്പിൾ ബോക്സുകളും പാലറ്റിൽ സജ്ജീകരിച്ചതിന് ശേഷം ശീതീകരിച്ച കണ്ടെയ്നറിൽ നിറച്ച് കപ്പൽ തുറമുഖത്തേക്ക് പോകുന്നു. കേരളത്തിൽ നിന്നുള്ള പൈനാപ്പിളിന് ഗൾഫ് രാജ്യങ്ങളിൽ ആവശ്യക്കാർ ഏറെയുണ്ടെന്നാണ് കയറ്റുമതി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ബ്ലാക്ക് ബോക്സ് എക്സ്പോർട്ടർ പറയുന്നത്. When I was in Dubai, I came to know about the potential of the pineapple market. The Indian pineapple, there's a huge demand in UAE, but mostly it has been transported in air. So the cost-wise, we are not able to compete with the Southeast Asian markets. So the pineapples are right now coming from Indonesia, Philippines. So those places are supplying a lot of pineapples in UAE. So the consumption of them is more. For the Indian pineapples, the demand is there, just the price point we were not able to match. So I approached Pineapple Research Station in Valakkulam. So Maya Madam was really helpful. I've been following up with her for the past 1 year. So we did lot of studies for this. We were supposed to do a trial shipment like 3 months before, but we were too strict on the protocol, and since the product didn't meet the standards, we didn't do that. So this shipment is perfect for the sea shipment, and it meets our protocol. So we are proceeding with the sea shipment now. Once this is open and if this becomes a success, it will become a huge potential for the pineapple market in India. വാഴക്കുളം GI ടാഗ് പൈനാപ്പിളിൻ്റെ ഡൈനാമിക് ട്രയൽ എക്സ്പോർട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത് VAPCKയും KAEയുടെ സപ്പോർട്ടോട്
പൈനാപ്പിൾ റിസർച്ച് ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അപ്പഡയുടെയും എല്ലാ സപ്പോർട്ടോടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വിജയിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മുടെ കർഷകർക്ക് ഷിപ്മെൻറ്റ് വഴി നല്ല ക്വാളിറ്റി, നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പേഡ, VFPCK, വാഴക്കുളം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ മേധാവികളുടെ നേതൃത്വത്തിൽ വാഴക്കുളം പൈനാപ്പിളിൻ്റെ ആദ്യ വിദേശയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പൈനാപ്പിളിൻ്റെ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടോക്കോൾ കേരള കാർഷിക സർവകലാശാലയും VFPCKയും ചേർന്നാണ് ഇപ്പോൾ അതിനുള്ള പദ്ധതികളാണ്, അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് ഇന്നിവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ തനതായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ചും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് വഴി നമ്മുടെ കർഷകരുടെയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംരംഭകരുടെയും വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 2031 വിഷൻ ഡോക്യുമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. വാഴക്കുളം പൈനാപ്പിൾ എന്ന നിലയിൽ കേരളത്തിൻ്റെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ള, നമ്മുടെ ഭൗമസൂചിക അംഗീകാരം ലഭിച്ചിട്ടുള്ള വാഴക്കുളം പൈനാപ്പിളിൻ്റെ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ് കാർഷിക സർവകലാശാലയും VFPCKയും ചേർന്ന് ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. വാഴക്കുളം പൈനാപ്പിളിൻ്റെ ഭൗമസൂചിക അധികാരത്തിൻ്റെ പ്രൊപ്രൈറ്ററി റൈറ്റ് ഷെയർ ചെയ്യുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ വാഴക്കുളം അഗ്രോ ഫ്രൂട്ട് പ്രോസസ്സിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലും ഈ സംരംഭത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള കയറ്റുമതി പ്രോത്സാഹനത്തിന് കർഷകർക്ക് സഹായകമായ വിധത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും തുടർന്നിങ്ങോട്ട് അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുവാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പൈനാപ്പിൾ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു തുടക്കം മാത്രമാണ്. ഇതിലൂടെ കേരളത്തിൻ്റെ തനത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗൾഫ് നാടുകളിലേക്കുള്ള അനന്ത വിപണന സാധ്യതകൾ തുറന്നിടുകയാണ്. This will be the first ever shipment that has arrived from India to Dubai. Thank you. We'll be opening it now. ഇനി തുടർന്നും നമ്മുടെ കർഷകർക്ക് കയറ്റുമതിയിലൂടെ വിപണി കണ്ടെത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുവാനും കഴിയട്ടെ.